നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവൻ അലയാൻഡ്രോ ബാൽഡെ അല്ലടാ, യുസൈൻ ബാൽഡെയാണ്. അമ്മാതിരി ഓട്ടമല്ലടാ അവൻ ഓടുന്നത്. ബാഴ്സയുടെ മൂന്നാമത്തെ ഗോൾ. ബെൻഫിക്കയ്ക്കെതിരെ ബാഴ്സലോണ 3-1 വിജയിച്ച് കയറിയ മത്സരത്തിൽ മൂന്നാമത്തെ ഗോൾ റാഫീഞ്ഞ നേടുന്നു. റാഫീഞ്ഞയുടെ രണ്ടാമത്തെ ഗോളാണ് ബാഴ്സയുടെ മൂന്നാമത്തെ ഗോൾ. അതിന് ബാൽഡ് നടത്തിയൊരു റണ്ണുണ്ട്. സ്വന്തം പെനാൽറ്റി ബോക്സിൻ്റെ അവിടെ നിന്ന് പന്തെടുത്തുകൊണ്ടൊരു കുതിച്ചു പായലാണ്. എന്നിട്ട് എതിർ പെനാൽറ്റി ബോക്സിൻ്റെ അടുത്ത് വെച്ചിട്ട് പന്ത് കൊടുക്കുന്നു റാഫീഞ്ഞയ്ക്ക്. റാഫീഞ്ഞ അത് നല്ല മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഗോൾ ഉണ്ടാക്കിയെടുത്തത് ബാൽഡെയാണ്. അദ്ദേഹത്തിൻ്റെ റണ്ണാണ്, അദ്ദേഹത്തിൻ്റെ വേഗമാണ്. അതുകൊണ്ടാണ് യുസൈൻ ബോൾട്ടിനെ പോലെ കുതിച്ചു പാഞ്ഞ ബാൽഡെ അലയാൻഡ്രോ ബാൽഡെ അല്ല, അവൻ യുസൈൻ ബാൽഡെയാണ്. കളിക്ക് ശേഷം ആ ഗോൾ വന്ന വഴിയെക്കുറിച്ച് അലയാൻഡ്രോ ബാൽഡെ പറയുന്നുണ്ട്. ബാൽഡെ പറയുന്നു, മൂന്നാമത്തെ ഗോളിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ബോൾ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് സ്പേസ് ഉള്ളത് കണ്ടു, എൻ്റെ മുമ്പിൽ ഒരുപാട് സ്പേസ് കണ്ടു. ഞാൻ വളരെ ഫാസ്റ്റ് പ്ലെയറാണ്, എനിക്കതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. സോ ഞാൻ വിചാരിച്ചു ആ അഡ്വാൻറ്റേജ് മുതലാക്കണമെന്ന്. പന്തുമായിട്ട് ഞാൻ ഓടി, കുതിച്ചോടി, എതിർഭാഗത്തെത്തും. എതിർ പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് അടുക്കും തോറും ഞാൻ റാഫീഞ്ഞയെ കണ്ടു എൻ്റെ ഇടതുഭാഗത്ത്. സോ ഞാൻ അദ്ദേഹത്തിന് ആ ബോൾ കൊടുത്തു, അദ്ദേഹം അത് ഫിനിഷാക്കി. ഇതാണ് സംഭവിച്ചത് എന്ന് ബാൽഡെ പറഞ്ഞു. ആ ഒറ്റ നിമിഷത്തിലെടുത്ത തീരുമാനമാണ്. ബോൾ കിട്ടി, മുമ്പിൽ സ്പേസ് ഉണ്ടെന്ന് കണ്ടു, തനിക്ക് നന്നായിട്ട് ഓടാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കുതിച്ചങ്ങ് പാഞ്ഞു. അവിടെ വെച്ച് പന്ത് റാഫീഞ്ഞയെ കൊടുക്കുന്നു, റാഫീഞ്ഞ ഫിനിഷ് ചെയ്യുന്നു. മികച്ച രൂപത്തിലുള്ളൊരു ഗോളാണ് അവിടെ പിറന്നത്. ഒരു തർക്കവും വേണ്ട. എന്തായാലും ബാഴ്സലോണയുടെ കുതിപ്പിൽ ബാൽഡെ വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. ബാൽഡെ പറയുന്നു, ഈ ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങളുടെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ കിരീടങ്ങളും നേടണം. അതാണ് ഞങ്ങൾക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് നേടണം, ഞങ്ങളുടെ സ്വപ്നമാണ് എന്നുകൂടി ബാൽഡെ പറയുന്നത്. ആ സ്വപ്നം പൂവണിയുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.